പോപ്പിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് പലരും ചോദിക്കുന്നുണ്ട്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും വഷളായി. കഫക്കെട്ടും ശ്വാസതടസ്സവും വർദ്ധിച്ചതിനെ തുടർന്ന് വീണ്ടും വെന്റിലേറ്റർ സൗകര്യം ഏർപ്പെടുത്തി. ആരോഗ്യനില വീണ്ടെടുത്ത ആശ്വാസ വാർത്തകൾക്കിടെയാണ് സ്ഥിതി വീണ്ടും മോശമായത്. ശ്വാസനാളികളിൽ നിന്ന് വലിയ അളവിൽ ശരീരസ്രവങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. പുതിയ അണുബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നേരത്തെയുള്ള ന്യൂമോണിയയുടെ ഭാഗമായുള്ള കഫക്കെട്ടാണ് ഇന്നലെ രൂക്ഷമായത്. മാർപ്പാപ്പയുടെ നില സങ്കീർണമായി തുടരുകയാണെന്നും ഇന്നലെയുണ്ടായ അവസ്ഥ ഇനിയുമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടേഴ്സ് പറയുന്നു. 18 ദിവസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ഇത് 3ാം തവണയാണ് 88-കാരനായ മാർപ്പാപ്പയുടെ സ്ഥിതി വഷളാകുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഛർദ്ദിച്ചതിനെ തുടർന്ന് മാർപ്പാപ്പയ്ക്ക് ശ്വാസതടസ്സമുണ്ടാവുകയും വെന്റിലേറ്റർ സഹായം ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 22-നും മാർപ്പാപ്പയ്ക്ക് കടുത്ത ശ്വസന തടസ്സമുണ്ടായിരുന്നു. വലിയ നോമ്പിനോടനുബന്ധിച്ച് നാളെ നടക്കുന്ന ഘോഷയാത്രയിലും കുർബാനയിലും മാർപ്പാപ്പ പങ്കെടുക്കില്ല. മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കാൻ 100 കണക്കിന് വിശ്വാസികളാണ് ഇന്നലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുചേർന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.